ആ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ടത് പിതാവിനേക്കാൾ കൂടുതൽ ഉയർച്ചയിൽ അത് നടത്തിക്കൊണ്ടു പോകുന്ന മകൻ്റെ ചുമതലയാണ്. പിതാവുമായി ജോലി ചെയ്തിരുന്ന പഴയ സ്റ്റാഫുകൾ അവരുമായിട്ട് സ്നേഹവും സന്തോഷവും പങ്കിടുകയും അവരെ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ നേടുകയും യു ഷുഡ് ലേൺ ഫ്രം ദി ഗ്രേ ഹെയർ പീപ്പിൾ എന്ന് പറയാം. കാരണം അവർ ഈ കമ്പനി വളർത്തി പിതാവിനോടൊപ്പം ഉയർന്നു വരാൻ അവരുടെ ജീവിതം തന്നെ ത്യജിച്ചുകൊണ്ട് നമ്മളോടൊപ്പം വന്നവരാണ്. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കുന്നവനാണ്, അറിവ് നേടുന്നവനാണ് ബുദ്ധിമാൻ. കാശ് കൂടുതൽ വരുമ്പോൾ ചെലവ് ഇരട്ടിയാക്കാൻ പാടില്ല. അതാണിന്ന് സെക്കൻഡ് പ്രോബ്ലം. നമ്മുടെ പുതിയ ജനറേഷൻ വരവിനേക്കാൾ കൂടുതൽ ചെലവ് പാടില്ല. എന്താണ് വരവെന്ന് മനസ്സിലാക്കി അതനുസരിച്ചേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ പിതാവിൻ്റെ ഓഫീസുണ്ട്, പിതാവ് മകനെ ഏൽപ്പിച്ചു, മകൻ നേരെ വന്നു. അവൻ അമേരിക്കയിലും UK-യിലും പുതിയ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ച് വന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഓൾഡ് ഫാഷൻ ഓഫീസാണ്. അപ്പോൾ കുറേ കാശ് ഓഫീസ് റീഫർണിഷ് ചെയ്യാൻ വേണ്ടി ഓഫീസ് നന്നാക്കണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. റീഫർണിഷ് ചെയ്യാൻ കുറേ ചിലവാക്കി. ഒരു കമ്പ്യൂട്ടറിന് ഒരു 4-5 കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, ഒരു 3-4 സെക്രട്ടറിമാരെ വെച്ച്, ഒരു വണ്ടിക്ക് ഒരു 3-4 വണ്ടി വെച്ച്, അങ്ങനെ എക്സ്പെൻസ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ കച്ചവടം ഫ്ലോപ്പായി പോകും. ചെലവ് ചുരുക്കുകയും